നമസ്കാരം. നാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം 100 ധ്യാനങ്ങൾ. ധ്യാതാവ് ഗുരു നിത്യചൈതന്യയതി. ധ്യാനം 11. അഹമഹമെന്നരുളുന്നതൊക്കെ ആരായുകിൽ അകമേ പലതല്ല അതേകമാകും. അകലുമഹന്ത അനേകമാകയാൽ ഈ തുകയിലഹം പൊരുളും തുടർന്നിടുന്നു. ഞാൻ ഇതുവരെ കിടന്നുറങ്ങുകയായിരുന്നു. ഇന്നലെ രാത്രി അധികം ഇരുട്ടുന്നതുവരെ ഞാൻ കത്തെഴുതുകയായിരുന്നു. കുറച്ചു കഴിഞ്ഞ് ഞാൻ വായന തുടങ്ങും. ഉറങ്ങാൻ കിടന്നപ്പോൾ ഞാൻ എന്നുള്ള വിചാരത്തെ ചുറ്റിപ്പറ്റി നിന്നിരുന്ന ആശയമായിരുന്നില്ല കത്തെഴുതുമ്പോൾ എന്നിലുണ്ടായിരുന്നത്. ഇനി ഞാൻ വായിച്ചു തുടങ്ങുമ്പോൾ ഇപ്പോഴുള്ള മനസ്ഥിതിയും മാറിപ്പോകും. ഒരു നിമിഷം പോലും എൻ്റെ ബോധം ഏതെങ്കിലും ഒരറിവിൽ ഉറച്ചു നിൽക്കുന്നില്ലല്ലോ. എന്നിട്ടും ഒരു കാര്യം എനിക്ക് നിശ്ചയമുണ്ട്. ഇപ്പോൾ ഞാൻ എന്ന് പറയുമ്പോൾ ആ ബോധത്തെ എൻ്റേതെന്ന് അവകാശപ്പെടുന്നത് യാതൊരു സത്യത്തിൻ്റെ ഉണ്മയാണോ അതുതന്നെയാണ് ഇന്നലെ കത്തെഴുതിക്കൊണ്ടിരുന്നപ്പോഴും ഇനി ഞാൻ വായിക്കുമ്പോഴും എന്നിലുണ്ടായിരിക്കുന്നത്. എന്നല്ല, ഞാൻ യൗവനത്തിൻ്റെ ചോരത്തിളപ്പിൽ പല സാഹസങ്ങൾ കാട്ടാൻ ഒരുമ്പെട്ടതും കൗമാരകാലത്ത് പല ദിവാസ്വപ്നങ്ങളിൽ മുഴുകിക്കഴിഞ്ഞതും ബാല്യകാലത്ത് കളിച്ചു മേളിച്ചു നടന്നതും ശൈശവത്തിൽ അമ്മയുടെ മടിത്തട്ടിൽ മാത്രം സുരക്ഷിതത്വം കണ്ടിരുന്നതും ഇപ്പോൾ ഓർക്കുന്നു. അതെല്ലാം വേറെ വേറെയുള്ള ഞാനായിരുന്നുവോ? അല്ല, അതെല്ലാം ഇപ്പോഴുള്ള ഈ ഞാൻ തന്നെയാണ്. ഓരോ ഞാൻ എന്ന അഭിമാനത്തിനും എന്തെല്ലാം നിറഭേദങ്ങൾ ഉണ്ടായിരുന്നാലും അകമേയുള്ള അതിൻ്റെ അനുസ്യൂതതയെ ഞാൻ ഏകമായി തന്നെ അനുഭവിക്കുന്നുണ്ട്. സൂര്യൻ എത്ര പ്രാവശ്യം അസ്തമിക്കുന്നത് ഞാൻ കണ്ടിരിക്കുന്നു. എന്നിട്ടും വീണ്ടും കാലത്ത് സൂര്യൻ ഉദിക്കുമ്പോൾ ഇത് പുതിയ ഒരു സൂര്യനാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുപോലെ ഒന്നും അറിയാതെ പലപ്പോഴും കിടന്നുറങ്ങിയിട്ടുണ്ടെങ്കിലും അതൊന്നും ഞാൻ എന്ന അറിവിന് മുറിവുണ്ടാക്കിയിട്ടില്ല. ഞാൻ എന്ന് പറയുന്നത് വേറൊരു തരത്തിൽ പറഞ്ഞാൽ ഈ അറിവ് ഇപ്പോൾ ഇങ്ങനെ എന്ന് അറിയുന്ന അറിവാണ്. ആ ഇപ്പോൾ എന്നതിൻ്റെയും ഇങ്ങനെ എന്നതിൻ്റെയും സത്തിൽ നിഴലിച്ചാണ് ഞാൻ എന്ന ബോധം വ്യക്തമാകുന്നത്. അവിടെ നിന്നും ആ ബോധം അടുത്ത നിമിഷത്തിൻ്റെ ഇപ്പോൾ ഇങ്ങനെ എന്നതിലേക്ക് കടന്നു പോകുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഇപ്പോൾ ഇങ്ങനെ എന്നുള്ളത് അപ്പോൾ അങ്ങനെ എന്ന് സ്വയമേ രൂപപ്പെട്ട് എൻ്റെ സ്മരണ തന്നെയായി ഞാൻ അതിനെ മുറിവില്ലാത്തതായി കാണുന്നു. അതുതന്നെ ഇനിയും വരാനിരിക്കുന്ന നിമിഷത്തിൽ ഇനിയും ഒരു തരത്തിൽ എന്നുള്ള അഭ്യൂഹമായി ഭാവിയിലേക്ക് കടന്നു ചെല്ലുകയും ചെയ്യുന്നു. ഈ തരത്തിൽ അറിവിലിരിക്കുന്ന അഭിമാനം എത്ര തന്നെ വ്യത്യസ്തമായി പോയാലും ഭൂതവർത്തമാന ഭാവികളിൽ മുറിയാതെ നിൽക്കുന്നു.
ആ ഏകത്വബോധം സ്മരണ, അനുഭവം, പ്രത്യാശ എന്നിവകളിലെ നാനാത്വത്തിൽ ഏകത്വത്തെ ശാശ്വതീകരിക്കുന്നു. അതുകൊണ്ടാണ് അകലുമഹന്ത അനേകമായി കാണപ്പെട്ടാലും അതിൻ്റെ ആകത്തുകയിൽ അഹം എന്നതിൻ്റെ പൊരുൾ തുടർന്നിടുന്നു എന്ന് ഗുരു പറയുന്നത്. ഈ ഏകതയെ ധ്യാനം കൊണ്ട് ഗ്രഹിച്ച് വികൽപ്പങ്ങളിൽ നിന്നും മുക്തനായി കഴിയണം.